എന്തിനു വരുമോ നീ സർലയുടെ മോളെ? ആ ആ എന്തിനു വന്നോ നീ? ആവോട്ടെ, ഇപ്പോഴാണ് ഒരു ആശ്വാസം കിട്ടിയത്. പൊളി എന്നാ. ഓക്കെ, ഇനിയിപ്പോൾ നോക്കില്ല, നേരെ താഴോട്ടെന്നാലും പോട്ടാ. ഇന്ന് പിന്നെ പ്രത്യേകിച്ച് ഓരോ പണിയൊന്നും തന്നെ ഒന്നുമില്ല ഏട്ടാ. അല്ല, ഇയാളിത് എവിടെ പോയി കിടക്കണ എന്തൊക്കെ? ഈ മനുഷ്യ ഇത് എവിടെ പോയി കിടക്കണ എന്തോ? മൈക്കിളേട്ടാ, മൈക്കിളേട്ടാ, മൈക്കിളേട്ടാ. എടി അമ്മാൻ്റെ, ഞാൻ ഇവിടെ ഉണ്ടടി, ഞാൻ അവരുടെ പോയിട്ടൊന്നുമില്ല. മൈക്കിളേട്ടാ, നമുക്കിന്ന് വെളിയിൽ എങ്ങോട്ടെങ്കിലും കറങ്ങാൻ പോയാലോ? ഒന്ന് പോടി, എനിക്കിവിടെ ഓഫീസ് കാര്യങ്ങൾ കുറേ നോക്കാനായിട്ടുണ്ട്. എടി അമ്മാൻ്റെ, നീ എനിക്കൊരു ചായ ഇട്ടാ. മനുഷ്യ, നിങ്ങൾ എന്നെ വെളിയിൽ കൊണ്ടുവന്ന് ഞാൻ നിങ്ങൾക്ക് പച്ചവെള്ളം പോലും തരില്ല. എടി അമ്മാൻ്റെ, അങ്ങനെ പറയതെടി. ആ ശരി, ഞാൻ നിന്നെ വൈകിട്ട് കൊണ്ടോ. എടി എനിക്ക് കുറച്ച് ചായ ഇട്ട് താടി, എനിക്ക് നല്ല രീതിക്ക് വിശക്കണ്. ആ മൈക്കിളേട്ടാ, ഞാൻ ചായ ഇട്ടുതരാം മൈക്കിളേട്ടാ. ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ ഞാൻ ആരാണെന്ന്? ഞാനാണ് ഗ്രാനി, ഗ്രാനി ദി ഡോൺ. ഞാനാണ് ഏട്ടാ ഗ്രാനി. ഓക്കെ, എനിക്കാണെങ്കിൽ ആ ഫ്രാങ്ക്ലിനോട് അവൻ്റെ ഫാമിലിയോട് വലിയ രീതിക്ക് എന്തായാലും പകയങ്ങളൊക്കെ എന്തായാലും ഉണ്ട് കേട്ടോ. ഓക്കെ, പക്ഷേ എന്തായാലും അതെന്നാലും കുറച്ച് ദിവസത്തേക്ക് ഞാൻ എന്തായാലും മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. ആ ഫ്രാങ്ക്ലിനും ഷിൻചാനും പിങ്ചാനും എനിക്കിട്ട് കുറേ പണികളൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ പണിയെടുക്കാൻ പോണ അവൻ്റെ കൂട്ടുകാരനുകളൊക്കെയാണ് കേട്ടോ. അവൻ്റെ കൂട്ടുകാരൻ്റെ ഒരു മൈക്കിളെന്ന് അങ്ങനെ എന്തോ ആണ് കേട്ടോ. ഞാൻ ഇപ്പം എന്തായാലല്ലേ അവൻ്റെ ഭാര്യനെകളൊക്കെ നൈസായിട്ട് തട്ടിക്കൊണ്ട് പോകാനായിട്ട് പോവാണ് കേട്ടോ. അതായത് മൈക്കിളിൻ്റെ ഭാര്യയായിട്ടുള്ള ആ ഒരു മറ്റവളില്ല, അവളെ പേരെന്തോണ്? ആ മറ്റേ അമാൻ്റെ അല്ല, അമാൻ്റെ. ഓക്കെ, മൈക്കിളിൻ്റെ ഭാര്യയുടെ അമാൻ്റെ അല്ല, അമാൻ്റെ. ഓക്കെ, അമാൻ്റെങ്ങളൊക്കെ ഞാൻ നൈസായിട്ട് അങ്ങ് തട്ടിക്കൊണ്ട് പോകാനായിട്ട് പോവാണ് കേട്ടോ. ഈ ഗ്രാനി ആരാണെന്ന് ഫ്രാങ്ക്ലിനും പിന്നെ ആ മൈക്കിളിനും കാണിച്ചെടുക്കണം കേസ്. ഓക്കെ, ഈ ഗ്രാനിയുടെ പവർ എന്താണെന്ന് ഇവർക്ക് അറിഞ്ഞൂടാ കേസ്. ഇതെന്താണ് സംഭവം? ആരോ ചിരിക്കണ സൗണ്ട്. വെയിറ്റ് എ മിനിറ്റ്, പുറത്താരോ നിൽക്കണുണ്ടല്ലോ. ഞാൻ ചെന്നൊന്ന് നോക്കി നോക്കട്ടെ. എടി മോളെ അമാൻ്റെ, നിന്റെ കാര്യത്തിലൊരു തീരുമാനമായടി മോളെ. അയ്യോ മൈക്കിളേട്ടാ, ഓടിവായോ മൈക്കിളേട്ടാ, ഏതോ ഒരു അമ്മച്ചീനെ തട്ടിക്കൊണ്ടു വന്നേ. മൈക്കിളേട്ടാ ഓടിവായോ മൈക്കിളേട്ടാ, ഏതോ ഒരു അമ്മച്ചീനെ തട്ടിക്കൊണ്ടു വന്നേ. എൻ്റെ അമ്മച്ചി. അയ്യോ ഗൈസ്, ഇവിടെ ഇപ്പം നൈസായിട്ട് പണിപ്പാളി കേട്ടാ. പക്ഷെ എൻ്റെ മോനെ ഗൈസ്, നമ്മുടെ മൈക്കിളില്ല, മൈക്കിളൊക്കെ മൈക്കിളിൻ്റെ ഭാര്യയായ അമാൻ്റെ അല്ല, അമാൻ്റെ. ഓക്കെ, അമാൻ്റെകളൊക്കെ ഏതൊരു അമ്മച്ചി ഒന്ന് തട്ടിക്കൊണ്ട് പോയി. അയ്യോ എൻ്റെ അമാൻ്റെ, എടി ഞാൻ നിന്നെ രക്ഷിക്കാൻ വരടി അമാൻ്റെ. അയ്യോ എടി ഞാൻ നിന്നെ രക്ഷിക്കാൻ വരടി, നിന്നെ മൈക്കിളേട്ടെന്തായത് എത്തി. മോളെ അമാൻ്റെ, നീ വിഷമിക്കല്ലേ. ഗൈസ് നൈസായിട്ട് പണിപ്പാളി കേട്ടാ, നമ്മുടെ ഭാര്യേനെ ആരോ തട്ടിക്കൊണ്ട് പോയി ഗൈസ്. ഓക്കെ, നമുക്കിപ്പോൾ തന്നെയല്ലേ നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് നമുക്ക് നേരെ എന്തായാലും അങ്ങോട്ടെന്തായാലും വിടാം കേട്ടോ. ഓക്കെ, നമ്മുടെ ഡിഫൻഡർ അങ്ങനെ നമ്മളങ്ങനെ എടുത്തിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ, നമുക്ക് എന്തായാലും ഈ ഒരു വണ്ടി എടുത്തോണ്ട് നമുക്ക് നേരെ റിവേഴ്സ് എടുക്കാം കേട്ടോ. നമുക്കിപ്പോൾ തന്നെ നേരെ ഫ്രാങ്ക്ലിൻ്റെ വീട്ടിലോട്ട് പോട്ടെ. യാതൊരു അമ്മച്ചി ഒരു ഫോർച്യൂണർ വന്ന് നമ്മുടെ അമാൻ്റെ തട്ടിക്കൊണ്ട് പോയിട്ടോ. ഇവരെന്തിനാണ് നമ്മുടെ അമാൻ്റെ തട്ടിക്കൊണ്ട് പോയിട്ടോ? എന്തായാലും നമുക്കെന്തായാലും ഈ കാര്യം നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ കൂടെ പറയാൻ കേസ്. ഓക്കെ, അവൻ്റെ കൂടെ പറഞ്ഞാലേ കാര്യമുള്ളൂ കേസ്. ഓക്കെ, നമുക്കപ്പോൾ എന്തായാലും ഇല്ല, നേരെ എന്തായാലും ഫ്രാങ്ക്ലിൻ്റെ വീട്ടിലോട്ട് എന്തായാലും പോവാം കേസ്. ഓക്കെ ഓക്കെ ഗൈസ്, ഇവിടെ ഇപ്പോൾ എന്തൊക്കെയാണ് ഈ സംഭവിക്കണതെന്ന് എനിക്കൊരു ഐഡിയ തന്നെ എന്തായാലും ഇല്ല കേട്ടോ. ഓക്കെ, നമ്മുടെ മൈക്കിളില്ല, മൈക്കിളൊക്കെ നമ്മുടെ മൈക്കിളുകളൊക്കെ രാവിലെ തന്നെ അവൻ്റെ ഡിഫൻഡർ എടുത്തോണ്ട് നമ്മുടെ വീട്ടിൽ വന്നു. ഓക്കെ, എന്നിട്ട് നമ്മുടെ മൈക്കിൾ പറഞ്ഞു മൈക്കിളിൻ്റെ ഭാര്യ അമാൻ്റെ അല്ല, അമാൻ്റെ. ഓക്കെ, അമാൻ്റെ ഏതൊരു അമ്മച്ചി കണക്കെ തട്ടിക്കൊണ്ട് പോയെന്ന് കേസ്. ഓക്കെ, ഏതമ്മച്ചിയാണോ കേസ്. ഓക്കെ, എടാ മൈക്കിൾ, ഏതമ്മച്ചിയാടാ നിൻ്റെ ഭാര്യയെ തട്ടിക്കൊണ്ട്? എടാ ഫ്രാങ്ക്ലിനെ, എനിക്കൊരു ഐഡിയ തന്നെ എന്തായാലും ഇല്ലടാ. ഏതോ ഒരു അമ്മച്ചി, ഒരു വയസ്സായ ഒരു സ്ത്രീ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ ഗ്രാനി ഗെയിമില്ലേ, ഗ്രാനി ഗെയിം, അതിലുള്ള ഗ്രാനിയെ പോലെ ഉണ്ട്. മൈക്കിൾ മോനെ, ഞാൻ എപ്പോഴാ മോനെ നിന്റെ ഭാര്യയെ തട്ടിക്കൊണ്ട് പോയത്? അയ്യോ ഗ്രാനി, നിങ്ങളല്ല ഞാൻ പറഞ്ഞത്, വേറൊരു സ്ത്രീയെ കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞത്. മറ്റേ ഗ്രാനി ഗെയിമല്ലേ, ഗ്രാനി ഗെയിം. മൈക്കിൾ മോനെ, ഞാൻ നിന്റെ ഭാര്യയെ തട്ടിക്കൊണ്ട് പോയിട്ടൊന്നുമില്ല മോനെ. നിനക്കറിയാമോ, എന്നെപ്പോലത്തെ തന്നെ ഇതേ സെയിം രീതിയിലുള്ള 2 ഗ്രാനി ഉണ്ട് കേട്ടാ. എന്നെപ്പോലെ തന്നെയുള്ള ഒരു ഗ്രാനി കേട്ടാ, അവളായിരിക്കും മിക്കവാറും നിന്റെ ഭാര്യയെ തട്ടിക്കൊണ്ട്. എൻ്റെ പൊന്ന് ഗ്രാനി അകത്തേറി പോയോ? എടാ ഫ്രാങ്ക്ലിനെ, എൻ്റെ ഭാര്യയെ തട്ടിക്കൊണ്ട് പോയടാ. ആരാണെന്ന് അറിഞ്ഞോ കേട്ടോ, ഒരു ഫോർച്യൂണർ കാറിലാണ് കേട്ടോ ഒരു അമ്മച്ചി എൻ്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയത്. അതുമാത്രമല്ല, അവരെ കണ്ടാൽ നിൻ്റെ ഗ്രാനി അമ്മായിയുടെ ഒരു കട്ടുണ്ട് കേട്ടോ. ഗ്രാനി അമ്മായിയുടെ കട്ട് ഫോർച്യൂണർ. മൈക്കിള്, ഇതിന് ശരിക്കും ഗ്രാനിയാണോ? ഏത് ഗ്രാനി?
നിന്റെ ഗ്രാനി അമ്മായി അല്ലടാ മൈക്കിളെ. എടാ എൻ്റെ ആ ഒരു ഗ്രാനിയില്ല, എൻ്റെ വീട്ടിൻ്റെ അകത്തുള്ള ഈ ഒരു ഗ്രാനിയില്ല എൻ്റെ ഗ്രാനിയുടെ അതേ ഫേസ് കട്ടുള്ള വേറൊരു ഗ്രാനി കൂടെ ഉണ്ട്, ഒരു ഈവിൾ ഗ്രാനി. എപ്പോഴും എന്നെ അതേപോലെ തന്നെ ഷിൻചാനെ പിഞ്ചാനെ എല്ലാവരെയും തട്ടിക്കൊണ്ടുപോകും ആ ഗ്രാനി. ഐ സി യു ഫ്രാങ്ക്ലിൻ മോനെ, ഞാൻ എപ്പോഴടാ മൈക്കിൾ മോൻ്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയ? എൻ്റെ പൊന്ന് ഗ്രാനി, നിങ്ങളെ കാര്യമല്ലേ ഇവിടെ പറയണമെന്ന്, അകത്തേറി പോവോ? മനുഷ്യൻ മെനക്കെടുത്ത് വേണ്ടിയിട്ട്. ഓക്കെ എടാ മൈക്കിൾ, അപ്പോൾ എനിക്ക് തോന്നുന്നു നിൻ്റെ ഭാര്യ അവൻ്റെ തട്ടിക്കൊണ്ടുപോയ മറ്റേ ഗ്രാനി ആയിരിക്കും, ഈവിൾ ഗ്രാനി. അങ്ങനെ ഒരു ഗ്രാനി ഉണ്ട്. അത് മാത്രമല്ല, ആ ഗ്രാനിയുടെ കാറാണെങ്കിൽ ഒരു ഫോർച്യൂണറാണ്. നീ ഫോർച്യൂണർ കണ്ടെന്നല്ലേ പറഞ്ഞ, അപ്പോൾ അത് ഗ്രാനിയുടെ വണ്ടിയാണ് കേട്ടാ. ഓ ഗൈസ്, നൈസായിട്ട് പണിപാളിയായിട്ട് നമ്മളോടെയുള്ള ദേഷ്യം മൈക്കിളുടെ ഭാര്യയോടെയാണ് ഗൈസ് നമ്മുടെ ഗ്രാനി തീർത്തതെന്ന് വെച്ചാൽ കേട്ടാ. നമുക്ക് എങ്ങനെയാണ് അമാൻ്റെ രക്ഷിച്ചു കേട്ടോ. എടാ മൈക്കിളെ വന്ന് കയറാ. ഓക്കെ, നമുക്ക് തന്നെ മൈക്കിളിലെ ഡിഫൻഡർ എടുത്തുകൊണ്ട് തന്നെ പോവാട്ടാ, നമ്മുടെ വണ്ടി എടുക്കണ്ട കേട്ടാ. ഓക്കെ, നമുക്കെന്തല്ലേ നമ്മുടെ മൈക്കിളിലെ ഡിഫൻഡർ എടുത്തുകൊണ്ട് തന്നെ എന്തായാലും പോട്ടാ. എടാ മൈക്കിളെ വന്ന് വണ്ടി കയറ്. എടാ ഫ്രേക്ലിനെ, എനിക്ക് പേടിയാവണടാ, ആ ഗ്രാനി എൻ്റെ ഭാര്യയെ വല്ലതും ചെയ്യുമോ? എടാ ഒന്നും ചെയ്യലോടാ, നമുക്ക് നോക്കാം. എന്തെങ്കിലും പറ്റി അപ്പം തന്നെ നമ്മൾ അമാൻ്റെ രക്ഷിക്കും. അതൊക്കെ പിന്നെ അത്രേ ഉള്ളൂ കേട്ടാ. ഓക്കെ, നമുക്കപ്പോൾ നേരെ എന്തായാലും നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് നമുക്ക് നേരെ ഇവിടെ നിന്ന് അങ്ങ് പോവാം ഗൈസ്. ഓക്കെ, നമുക്കപ്പോൾ നേരെ നമ്മുടെ ഗ്രാനിയുടെ ലൊക്കേഷനൊക്കെ ട്രാക്ക് ചെയ്യണം കേട്ടോ. ഗ്രാനിയുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ ലെസ്റ്റർ വേണം ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ലെസ്റ്ററിനോട് കാര്യങ്ങളൊക്കെ എന്തായാലും വിളിച്ച് പറയാം ഗൈസ്. ഓക്കെ നമ്മളെന്തായാലും ലെസ്റ്ററിൻ്റെ അടുത്ത് എന്തായാലും കാര്യങ്ങളെല്ലാം നമ്മളെന്തായാലും വിളിച്ചു പറഞ്ഞിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. ഓക്കെ, എന്താണ് സംഭവം, അത് ഗ്രാനി തന്നെയാണ് ഗൈസ് തട്ടിക്കൊണ്ട് പോയതെന്ന് വെച്ചാൽ കേട്ടോ. ഗ്രാനിയുടെ കയ്യിൽ നമ്മുടെ അമാൻഡകളൊക്കെ എന്തായാലും ഉണ്ട് കേട്ടോ. അമാൻഡയുടെ ലൊക്കേഷൻ നമ്മളെന്തായാലും അല്ലാതെ ട്രാക്ക് ചെയ്ത സമയത്ത് നമ്മുടെ ആ ഗ്രാനിയുടെ അമാൻഡയുടെ ലൊക്കേഷൻ ഒരേ സമയത്ത് ട്രാക്ക് ചെയ്ത് കാണിക്കുന്നതെല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഗ്രാനി തന്നെയാണ് ഗൈസ് നമ്മുടെ അമാൻ്റെ തട്ടിക്കൊണ്ടേ. നമ്മുടെ ഗ്രാനിയല്ല, നമ്മുടെ മറ്റേ ഗ്രാനി, ഗെയിമിലുള്ള ഗ്രാനി കേസ്. ഓക്കെ, ആ ഗ്രാനിയാണ് കേസ് നമ്മുടെ അമാൻ്റെ തട്ടിക്കൊണ്ട് പോയ കേസ്. ഓക്കെ, അതായത് നമ്മുടെ മൈക്കിളുടെ ഭാര്യയെ തട്ടിക്കൊണ്ട് കേട്ടാ. എടാ ഫ്രാങ്ക്ലിനെ, ഞാൻ എന്ത് ചെയ്യടാ? എടാ മൈക്കിളെ വിഷമിക്കാതിരിക്കടാ. ഓക്കെ, അപ്പം നമ്മുടെ ലെസ്റ്റർ അയച്ചെന്ന ലൊക്കേഷൻ എന്ന് വെച്ചാൽ ഇതാണ് കേട്ടാ. ഈ കൺസ്ട്രക്ഷൻ സൈറ്റിൻ്റെ അകത്താണ് നമ്മുടെ അമാൻ്റെ ഗ്രാനി ഉണ്ടെന്നാണ് പറഞ്ഞതെന്ന് വെച്ചാൽ കേട്ടോ. പക്ഷേ ഇപ്പം കേരളം നമ്മുടെ ലെസ്റ്ററുകളൊക്കെ പറഞ്ഞു രാത്രിയായിട്ട് കേരളം നമ്മുടെ ലെസ്റ്റർ കണക്ക് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. തൊട്ടിപ്പുറത്ത് തന്നെ നമ്മുടെ സിമിയോൻ്റെ ഡീലർഷിപ്പുകളൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. ഇന്ന് ഞായറാഴ്ചയാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ ഇതിന്ന് തുറന്നിട്ടെന്നല്ലേ ഒരു കാര്യം വെച്ചാൽ നമുക്ക് എന്തായാലും സിമിയോൻ്റെ ഷോറൂമിലൊക്കെ നമുക്ക് എന്തായാലും ഇവിടെ എന്തായാലും ഹൈഡായിട്ട് നിൽക്കാൻ കേസൊക്കെ. എന്നിട്ട് രാത്രി ആവണവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇവിടെ മൈക്കിളെ വിഷമിക്കാതിരിക്കടാ, നമുക്ക് എങ്ങനെയെങ്കിലും അമ്മേൻ്റെ രക്ഷിക്കാം. ഓക്കെ, ഇവിടെ ഇപ്പം എന്തായാലും നമ്മളെന്തായാലും രാത്രികളൊക്കെ എന്തായാലും ആയിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. ഓക്കെ, നമ്മളിപ്പോഴും സിമിയോൻ്റെ ഡീലർഷിപ്പിൻ്റെ അകത്താണ് ഹൈഡായിട്ട് നിൽക്കണം വെച്ചാൽ കേട്ടാ. എടാ ഫ്രാങ്ക്ലിനെ, എൻ്റെ ഭാര്യയെ രക്ഷിക്കാൻ പറ്റുമല്ലോടാ? ആടാ മൈക്കിളെ, നിൻ്റെ ഭാര്യയെ രക്ഷിക്കാൻ പറ്റൂടാ, ഒന്ന് വെയിറ്റ് ചെയ്തിരടാ. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മുടെ അതേപോലെ തന്നെ മൈക്കിളിന് ഇഷ്ടം പോലെ വെപ്പൺസുകളൊക്കെ എന്തായാലും ഉണ്ട് കേട്ടോ. ഓക്കെ, നമ്മുടെ കയ്യിലാണെങ്കിൽ ഉണ്ട് മിനി ഗണ്ണുണ്ട്, അങ്ങനെ കുറേ ഗണ്ണുകളുണ്ട് കേട്ടോ. പക്ഷേ എത്ര പ്രാവശ്യം നമ്മുടെ ഈ ഒരു ഗ്രാനിയെ വെടിവെച്ചാൽ അവർ പിന്നെ റീസ്പോൺ ആയിട്ട് വരും കേട്ടോ. അതാണ് ഒരു സീനെന്ന് വെച്ചാൽ കേട്ടോ. ഓക്കെ, അതുകൊണ്ട് വെടിവെച്ചിട്ട് വലിയ കാര്യമില്ല ഗൈസ്. ഓക്കെ, നമുക്കൊരു കാര്യം വെച്ചാൽ നമുക്ക് എന്തായാലും നമ്മുടെ ഡിഫൻഡർ എടുത്തുകൊണ്ട് നമുക്ക് നേരെ എന്തായാലും നമ്മുടെ ഏതാണ് അങ്ങോട്ട് എന്തായാലും പോകാം ഗൈസ്. ഓക്കെ, നമ്മുടെ ഗ്രാനിയുടെ അങ്ങോട്ട് എന്തായാലും നമുക്ക് പോകാം കേട്ടോ. ഓക്കെ, ഗ്രാനി അവിടെയാണ് നമ്മുടെ മൈക്കിളിൻ്റെ ഭാര്യ എന്നാലും ഒളിപ്പിച്ച് വെച്ചേക്കണമെന്ന് വെച്ചാൽ കേട്ടോ. ഓക്കെ, തട്ടിക്കൊണ്ടേ വെച്ചേക്കണം ഇവിടെയാണ് കേട്ടോ. ഓക്കെ, നമ്മളത് ലൈറ്റുകളൊക്കെ എന്തായാലും ഓണാക്കിയിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. ഓക്കെ, എന്തായാലും നമുക്ക് എന്തായാലും വണ്ടി കൊണ്ട് കയറണമായിരിക്കും നല്ലതെന്ന് വെച്ചാൽ കേട്ടോ. കാരണം വെച്ചാൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പം തന്നെ നമുക്ക് എന്തായാലും ഗ്രാനി ഇടിച്ച് വീത്തിയിടാനായിട്ട് എന്തായാലും പറ്റുന്നതാണ്. അതുകൊണ്ട് നമുക്ക് എന്തായാലും വണ്ടിയും കൊണ്ട് എന്തായാലും കയറാം കേസ്. ഓക്കെ, അതാണ് നല്ലതെന്ന് വെച്ചാൽ കേട്ടോ. ഓക്കെ കേസ്, ഇവിടെ പിന്നെ ഗ്രാനി ആരെയും എന്തായാലും കാണാനായിട്ട് എന്തായാലും ഇല്ല കേസ്. ഓക്കെ, എന്തായാലും നമുക്ക് എന്തായാലും ഇല്ല. ഓക്കെ, വണ്ടികളൊക്കെ നമുക്ക് എന്തായാലും കുറച്ച് എന്തായാലും സൈഡിലോട്ട് അങ്ങ് എന്തായാലും ഒതുക്കുക കേസ്. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടെ എന്തായാലും വണ്ടി ഒതുക്കുക. എടാ മൈക്കിൾ ഇറങ്ങണം. ഓക്കെ, നമ്മുടെ കയ്യിൽ തന്നെ മിനി ഗണ്ണാണ് ഇരിക്കണം. എന്തെങ്കിലും അറ്റാക്ക് ഉണ്ടായാൽ ഞാൻ മൈക്കിളും അപ്പം തന്നെ ഈ മിനി ഗൺ എടുത്തിട്ട് അടിക്കുക കേട്ടാ. എടാ മൈക്കിൾ ഈ ഗ്രില്ലിൻ്റെ മണ്ടേ കൂടെ ചാടി ഇറങ്ങി വാടാ. ഓക്കെ, നമ്മളെന്തായാലും ഈ ഗ്രില്ലിൻ്റെ മണ്ടേ കൂടെ ചാടി ഇറങ്ങി എന്നിട്ട് എൻ്റെ മോനെ നമ്മുടെ തലമണ്ട പോയിട്ടുണ്ട് കേട്ടാ. ഓക്കെ, ഇവിടെ ഇപ്പം നമ്മളെന്തായാലും ഇല്ലേ എല്ലാം സെറ്റ് ചെയ്തിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. ഓക്കെ, നമ്മുടെ കയ്യിൽ വെപ്പൺസ് എല്ലാം തന്നെ എന്തായാലും ഉണ്ട് കേട്ടോ. ഞാൻ മൈക്കിളും മിനി ഗൺ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മൈക്കിളെ പോറാ പതുക്കെ നിൽക്കണം. ഇവിടെ സൈഡിൽ ഹൈഡായിട്ട് നിൽക്കണേ. ഇവിടെ കുറച്ച് പൈപ്പ് പോലെ എന്തോ സംഭവമാണ്. നീ ഇതിൻ്റെ ഇടയിൽ ഹൈഡായിട്ട് നില്ല കേട്ടോ. ഇവിടെ നല്ലേ ആടാ ഫ്രാങ്ക്ലിനെ. എടി അമാൻ്റെ ഞാൻ ഇതെത്തി. ഞാൻ നിന്നെ എങ്ങനെയല്ലേ രക്ഷിക്കണം അമാൻ്റെ. എടാ മൈക്കിളെ കരയാതിരിയടാ, നമുക്ക് എങ്ങനെയല്ല അമാൻ്റെ രക്ഷിക്കാം. ഓക്കെ, ഇവിടെ പിന്നെ ഗ്രാനി അങ്ങനെ ആരും ഇല്ലെന്ന് തോന്നണം കേട്ടോ. ഓക്കെ, എന്തായാലും ആ ഒരു വിശ്വാസത്തിൽ ഞാൻ എന്തായാലും ഇറങ്ങിയിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. എൻ്റെ മോനെ പാടി എടാ ഗ്രാനി. എടാ ഫ്രാങ്ക്ലിനെ, നീ എന്നെ എത്ര വേണേലും വെടിവെച്ചേട്ടാ, പക്ഷെ ഞാൻ ഒരിക്കലും ചാവില്ല കേട്ടാ.
ഗ്രാനി നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം കേട്ടാ. എൻ്റെ കളിക്കുന്ന മിനി ഗണ്ണാണ് കേട്ടോ, മിനി ഗൺ. ഓക്കെ, ഇതിട്ട് ഒരു റൗണ്ട് അടിച്ചാൽ നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം കേട്ടാ. എടാ ഫ്രാങ്ക്ലിനെ, നീ എന്നെ എത്ര വേണമെങ്കിലും വെടി വെച്ചേട്ടാ. മൈക്കിളേട്ടാ, മൈക്കിളേട്ടാ എന്നെ രക്ഷിക്കും മൈക്കിളേട്ടാ. ഈ ഗ്രാനി എന്നെ തട്ടിക്കൊണ്ട് പോയി മൈക്കിളേട്ടാ. എടി അമ്മേൻ്റെ ഞാൻ ഇതാ പറഞ്ഞടി. ഫ്രാങ്ക്ലിനെ റോക്കറ്റ് ലോഞ്ചർ എടുത്ത് അടിയടാ. ആടാ മൈക്കിളെ. എൻ്റെ മോനെ, എന്തൊക്കെയുണ്ട് ഗ്രാനി, വിശേഷം തന്നെ. കണ്ട, നിങ്ങൾ നേരത്തെ മിനി ഗണ്ണിട്ട് അടിച്ചപ്പോൾ നിങ്ങൾക്കൊന്നും പറ്റില്ല കേട്ടോ. പക്ഷേ RPG ഫ്രണ്ടിൽ നിങ്ങൾ എപ്പോഴും തോൽവി തന്നെയാണ് കേട്ടോ. അതൊക്കെ പിന്നെ അത്രേ ഉള്ളൂ കേട്ടോ. എടാ മൈക്കിളെ, റോക്കറ്റ് ലോഞ്ചറിട്ട് വെടിച്ച് അടിച്ച് കീറ. ഗ്രാനിയുടെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനമാകണം കേട്ടോ. ഫ്രാങ്ക്ലിനെ, ഫ്രാങ്ക്ലിനെ എന്നെ രക്ഷിക്കും ഫ്രാങ്ക്ലിനെ. മൈക്കിളേട്ടാ എന്നെ രക്ഷിക്കും മൈക്കിളേട്ടാ. ആടി അമ്മേൻ്റെ. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മുടെ ഗ്രാനിയുടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് കേട്ടോ. ഗ്രാനി, ഇനി മേലെ എൻ്റെ കൂട്ടുകാരനെ അതേപോലെ തന്നെ ഞങ്ങളെ ഫാമിലിക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ ഗ്രാനി നിങ്ങളുടെ കാര്യത്തിൽ ഇതേപോലെ ആയിരിക്കും കേട്ടോ. ഓക്കെ, ഇതിപ്പോൾ ചത്തിട്ടെന്തായാലും ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും റീസ്പോണേ വരും കേട്ടോ. എടാ മൈക്കിളെ, മൈക്കിളെ അമ്മാൻ്റെ എല്ലാവരും പോരെ, നമുക്കിനിയിപ്പോൾ തിരിച്ച് നേരെ വീട്ടിൽ പോട്ടെ. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ. ഒക്കെ ചെറിയൊരു സ്റ്റോറി വീഡിയോ ആയിരുന്നു കേട്ടോ. ഞാൻ വീണ്ടും പുതിയ കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് കേട്ടോ. എല്ലാവരും ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുന്നതിൽ വയ്ക്കുക. ഓക്കെ, അപ്പം പുതിയൊരു കിടിലൻ വീഡിയോ കാണാൻ എല്ലാവർക്കും ഗുഡ് ബൈ.